ഹലോ, യെസ്. ആ, ശാലിനിയുടെ വീട് തന്നെ. പ്രൈവറ്റ് സെക്രട്ടറി ടി കെ കുമാരൻ സ്പീക്കിംഗ്. എന്തോന്ന്? ഷീറ്റോ? റബ്ബർ ഷീറ്റോ? ബെർഷീറ്റോ? കാൽ ഷീറ്റോ? എടോ, എന്നാ അതൊന്ന് മലയാളത്തിൽ പറഞ്ഞൂടെ? ഒരു രക്ഷയില്ല ആശാന്. 3 മാസത്തേക്ക് ഫുൾ ബുക്കിംഗ് ആണ്. ഞാൻ എന്ത് ചെയ്യാനാ? ആ പിന്നൊരു കാര്യം, അതും പറഞ്ഞില്ലെങ്കിൽ ഇങ്ങോട്ട് വരരുത്. സോറി സോറി സോറി, മാക്സിമം സോറി. എന്തോന്ന്? ഞാൻ ആരാന്നോ? നിന്റെ തന്ത. വെയ് രാജാ വെയ്. ശാലിനിയുടെ വിലയേറിയ നിമിഷങ്ങളിൽ ഒരല്പനേരം എനിക്ക് വേണ്ടി ചോദിച്ചതിൽ വിരോധമുണ്ടാവില്ലെന്ന് കരുതുന്നു. രാമേട്ടൻ എന്താ അങ്ങനെ പറഞ്ഞത്? അല്ല, ഇത്രയും നേരം വല്ലോ മൂളിയ അതിനും കാശല്ലേ? ഞങ്ങൾ ഡോക്ടർമാര് കാലത്ത് മുതൽ വൈകുന്നേരം വരെ വെട്ടി കീറി മുറിച്ച് വെച്ച് കെട്ടിയിട്ട് അതിന് 10 കാശ് ചോദിച്ചാ വലിയ പാവമായി പോകും. ആ, സാമൂഹ്യ സേവനമല്ലേ? അല്ല, ഇതൊന്നും പറഞ്ഞിട്ട് വലിയ കാര്യമില്ല. അവനവന്റെ തലയെ വരച്ചതല്ലേ അവനവന് കിട്ടൂ. നമുക്ക് ജനിച്ചപ്പോ തൊട്ട് കഷ്ടകാലമാണ്. ഇല്ലെങ്കിൽ ലോകത്ത് എത്രയോ നല്ല പേര് കിടക്കുന്നു. എന്നിട്ടും നമ്മുടെ ഫാദേഴ്സിന് നമുക്കിടാൻ കിട്ടിയ പേര് രാമകൃഷ്ണപിള്ള. പേര് കേൾക്കുമ്പോൾ പലരും ചോദിക്കുക, കമ്പൗണ്ടറാണോ? അല്ല, ഞാൻ ബോറടിപ്പിക്കുന്നില്ലല്ലോ. ഇല്ല. ഒരൽപ്പം ബോറടിപ്പിക്കുന്ന ഉദ്ദേശത്തിലാണ് വന്നിരിക്കുന്നത്. സഹിക്കാതെ നിവർത്തിയില്ല. എന്റെ ജീവിതത്തിലെ മനോഹരമായ ഒരു നിമിഷം ഒരു മനോഹരമായ അന്തരീക്ഷത്തിലായിക്കോട്ടെ എന്ന് വിചാരിച്ചു. അതാണ് ഇവിടെ വരാൻ പറഞ്ഞത്. 1-2 ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടിയാൽ കൊള്ളാവുന്നത്. ശാലിനിക്ക് ഞാനൊരു വഴക്കും കൊള്ളാത്തവനാണെന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ട്? എന്താ രാമേട്ടാ ഇത്? ഉണ്ടോ? ചോദ്യങ്ങൾക്ക് ഒറ്റ വാക്യത്തിൽ ഉത്തരം പറയാം. ഞാനൊരു ആഭാസനാണെന്ന് തോന്നിയിട്ടുണ്ട്? ഒറ്റ വാക്യം. ഇല്ല. ഒരു ശ്രീലംബടനാണെന്ന് തോന്നിയിട്ടുണ്ടോ? ഇല്ല. ഒരു ക്രൂരനാണെന്ന് തോന്നിയിട്ടുണ്ടോ? ഇല്ല. അവശ്യം സ്നേഹിക്കാൻ കഴിവുള്ളവനാണ് എന്ന് തോന്നിയിട്ടുണ്ടോ? ഉണ്ട്. ഒരു പെൺകുട്ടിയുടെ സങ്കല്പത്തിന് പറ്റിയ ഭർത്താവാകാൻ യോഗ്യതയുള്ളവനാണെന്ന് തോന്നിയിട്ടുണ്ടോ? ഉണ്ട്. ഷുവർ? എന്നാൽ ഇനി അധികം വളച്ചു കിട്ടുന്നില്ല. എന്താ, സമ്മതമാണ്? എന്തിന്? ഒരു താലി അമ്മ വാങ്ങി വെച്ചിട്ടുണ്ട്. ഇഷ്ടമുള്ള പെണ്ണിന്റെ കഴുത്തിൽ കെട്ടിക്കൊള്ളാൻ പറഞ്ഞു. എന്താ, കെട്ടിക്കോട്ടെ? സമ്മതിക്കാൻ നാണമാണെങ്കിൽ ഒന്ന് മൂളിയാ മതി. രാമേട്ടൻ തെറ്റിദ്ധരിക്കരുത്. എനിക്ക് മറ്റൊരാളെ ഇഷ്ടമാണ്. ശ്രീയേട്ടൻ വരാൻ വേണ്ടി മാത്രം കാത്തിരിക്കുകയാണ് ഞാൻ. ശാലിനി, എനിക്ക് കാഴ്ച കിട്ടുന്നത് വരെ എന്നോടൊപ്പം ഉണ്ടായിരുന്നു. കാഴ്ച കിട്ടിയാൽ ഉടനെ കാണണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. എല്ലാം കണ്ടു, എല്ലാവരെയും കണ്ടു. പക്ഷേ എന്റെ ശ്രീയേട്ടനെ മാത്രം കണ്ടില്ല. ശാലിനി ഇതുവരെ ഇതൊന്നും എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ. വരുമെന്ന് വിചാരിച്ചു, വന്നില്ല. ഇനിയിപ്പോ ഒന്നും ഒളിച്ചു വെച്ചിട്ട് കാര്യമൊന്നുമില്ലല്ലോ. എനിക്ക് പേരും പണവും ഒന്നും വേണ്ട രാമേട്ട. ശ്രീയേട്ടനെ ഒന്ന് കണ്ടാ മാത്രം മതി. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ അമ്മ എപ്പോഴും പറയാറുണ്ട്, രാഘവനം നോക്കിയിട്ട് പോകാൻ. എനിക്കിതിലൊന്നും വലിയ വിശ്വാസമില്ലായിരുന്നു. ഇന്നുവരെ ഞാനത് നോക്കിയിട്ടുമില്ല. ഇന്നാണ് ആദ്യമായി രാഘവനം നോക്കി പുറത്തിറങ്ങിയത്. ഈ രാഘവനത്തിലൊന്നും വലിയ കാര്യമില്ല, അല്ലേ ശാലിനി? രാമകൃഷ്ണപിള്ളയ്ക്ക് വിധിച്ചതേ രാമകൃഷ്ണപിള്ളയ്ക്ക് കിട്ടും. അല്ല, ഇതാര്? ശ്രീകുട്ടനോ? മോനെ, നീ എപ്പോ വന്നടാ? നിനക്ക് വിശക്കുന്നുണ്ടോ? എടാ മോനെ, അവനോന് വിധിക്കുന്നതേ അവനോന് കിട്ടും.
നിന്നെ കട്ടവനെന്നും മോട്ടിച്ചവനെന്നും വിളിക്കാൻ ഒരുപാട് പേര് കാണും. പക്ഷെ നിന്റെ കാക്കാത്തിമ്മയ്ക്ക് എല്ലാം അറിയാം. ചിക്കു ഇപ്പോ വലിയ ആളായി കാണും അല്ലേ കാക്കാത്തിയമ്മ? ഈ അമ്പലത്തിന്റെ നടയില് ഞാൻ ഇരിക്കാൻ തുടങ്ങിയിട്ട് എത്ര നാളായെന്നറിയോ? അന്ന് തൊട്ട് ഇന്ന് വരെ ഒരുപാട് പേര് ഇവിടെ തൊഴാൻ വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ചിലര് കുറച്ചുനാൾ സ്ഥിരമായിട്ട് കാണും. കുളിച്ച് കുറിയും തൊട്ട് നാരായണാന്നും പറഞ്ഞു വരും. ഭഗവാന്റെ കാല് പിടിച്ച് കാര്യം സാധിക്കും. പിന്നെ കുറച്ചു നാളേക്ക് തിരിഞ്ഞു നോക്കില്ല. പിന്നെ വരും അടുത്ത പ്രശ്നം ഉണ്ടാവുമ്പോ. നല്ലത് വരുമ്പോ മനുഷ്യൻ ദൈവത്തിനെ പോലും മറക്കുന്നു. അപ്പൊ പിന്നെ മനുഷ്യൻ മനുഷ്യനെ മറക്കുന്നതില് എന്താ കുട്ടി തെറ്റ്? ചിക്കു നല്ല കുട്ടിയാ കാക്കാത്തിയമ്മ. കാക്കാത്തിയമ്മ നോക്കിക്കോ, എന്നെ കണ്ടാല് ഞാനാന്നറിഞ്ഞാല് അവൾ ഓടി വരും. ഇല്ലേ കാക്കാത്തിയമ്മ? വരും മോനെ, അവള് നല്ല പെണ്ണ. ഒരു ദിവസം വരും. കാക്കാത്തി, കാക്കാത്തി സ്ഥിരമായിട്ട് ഇവിടാണോ ഇരിക്കുക? അതെ. എന്താ സാറേ? കാക്കാത്തിക്ക് ഈ അമ്പലത്തില് വരണവരും പോണവരും ഒക്കെ അറിയോ? സ്ഥിരമായിട്ട് വരുന്നവരെ അറിയും. ശ്രീ എന്ന് പേരുള്ള ഒരാളെ അറിയോ? ഒരു ഏലക്ക മുതലാളി. ഏലക്ക മുതലാളിയോ? വലിയ പണക്കാരനാ, കാറിലൊക്കെയാ വരിക. ചെറുപ്പക്കാരനാ. അങ്ങനെ ഒരാളെ ഇവിടെ സ്ഥിരമായിട്ട് വരാറുള്ളത് എനിക്കറിയില്ല. എന്താ കാര്യം? കാക്കാത്തി ഒന്നുകൂടെ ഓർത്തു നോക്കി. എന്റെ തത്തരയും കണ്ണിപ്പെടാതെ 2 പ്രാവശ്യം ഒരുത്തൻ ഈ വഴി പോവില്ല. പക്ഷേ ഒരു ചെറുപ്പക്കാരൻ ഷീ എന്ന് പറയുന്നവൻ ഏലക്ക മുതലാളി തന്നെ ആണോ? അതെ. അങ്ങനെ ഒരാളെ എനിക്കറിയില്ല. എനിക്കറിയില്ലെന്ന് വെച്ചാ ഇവിടെ പിന്നെ ആർക്കും അറിയില്ല. സാറേ, കൈ നോക്കട്ടെ സാറേ, ബലം പറയാം. വേണ്ട, കഷ്ടകാലം എന്റെ ഉച്ചയില് കുന്തവും പിടിച്ചു നിൽക്കുന്ന കാലമാ. ഇനി കൂടുതൽ ഡീറ്റെയിൽസ് അറിഞ്ഞാലേ എന്റെ കാക്കാത്തി ഞാൻ ഈ കുളത്തിൽ ചാടേണ്ടി വരും. പോട്ടെ. കിട്ടി. പക്ഷേ ശാലിനി കുറച്ചു കാലം കൂടി കാത്തിരിക്കേണ്ടി വരും. ശ്രീ എന്നല്ലേ ശാലിനി പറഞ്ഞത്? അതെ, അങ്ങനെ എനിക്കറിയൂ. ഏലം ബിസിനസ് തന്നെയാണെന്ന് തീർച്ചയാണ്. അതെ, എന്നോട് ശ്രീയേട്ടന് കള്ളം പറയേണ്ട ഒരു കാര്യമില്ല. എന്താ രാമേട്ട, എന്തെങ്കിലും വിവരം കിട്ടിയെന്ന് പറയൂന്നേ. ആളെ പിടികിട്ടി. പക്ഷെ ആള് ജർമ്മനിയിൽ ഒരു ടൂർ പോയിരിക്കുകയാണെന്നാണ് കേട്ടത്. ഒരു 3-4 മാസം കഴിഞ്ഞേ വരുള്ളൂ അത്രേ. രാമേട്ടൻ സത്യമാണ് പറയുന്നത്. ഞാൻ എന്തിനാ ശാലിനിയോട് കള്ളം പറയുന്നത്? ഞാൻ അന്വേഷിച്ചപ്പോ കിട്ടിയ വിവരമാണ്. തിരിച്ചു വരാതെ കാണാൻ പറ്റില്ലല്ലോ. ജർമ്മനിയിലെ അഡ്രസ് ഒന്നുമില്ല. ടൂർ എന്ന് പറയുമ്പോ പല സ്ഥലത്തും പോയിക്കൊണ്ടിരിക്കും. ഏതായാലും ആളെ പിടികിട്ടിയ സ്ഥിതിക്ക് ശാലിനിക്ക് സമാധാനമായിട്ട് ഉറങ്ങാമല്ലോ. ശ്രീയേട്ടനെ കാണുന്നതുവരെ എനിക്കൊരു സമാധാനമില്ല. ശാലിനിയെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. സ്നേഹിച്ചു പോയവരെ നഷ്ടപ്പെട്ടാലുണ്ടാവുന്ന വേദന അതെനിക്കും അറിയില്ലേ. സോറി, ഞാൻ അറിയാതെ എന്തൊക്കെയോ പറഞ്ഞുപോയി. വൈകുന്നേരം കാണാം. ജർമ്മനിയിൽ എന്തെങ്കിലും കോണ്ടാക്ട് നമ്പർ കിട്ടിയാൽ ഞാൻ അറിയിക്കാം.
എങ്ങോട്ട്? ഒന്നുമില്ല. കടന്ന് പുറത്തു പോണോ? ശാലിനി. ശാലിനി? എന്ത് ശാലിനി? ഏത് ശാലിനി? കടന്ന് പോണോ പുറത്ത്? പുറത്തു പോണോ പുറത്ത്? എങ്ങോട്ട്? എങ്ങോട്ടാണോ പോണത് നീ? പുറത്ത് ശാലിനിയെ കാണണം. ഇങ്ങോട്ട് പോകാൻ പറഞ്ഞാൽ പട്ടി കഴിച്ചൂടെ? പട്ടി കഴിച്ചൂടെ? എന്താ അവിടെ ബഹളം കുമാരാ? എന്ത് വേണം? എനിക്ക് ശാലിനിയെ കാണണം. അത്രേ ഉള്ളു. ഇരിക്ക്. ഇരിക്ക്. കഴുത കേറി വന്നിരിക്കുന്ന അങ്ങനെ നിനക്കല്ലേ അറിയില്ലേ? ശാലിനി. ഇരിക്കേ. ഇരിക്കേ. ജയിലിൽ നിനക്ക് സുഖമായിരുന്നോ? ശാലിനി എവിടെ? അവൾ ഇപ്പൊ വരും. എനിക്കറിയാം. ശാലിനി എന്നെ മറക്കില്ല. അവൾക്ക് മറക്കാൻ കഴിയില്ല. തീർച്ച? തീർച്ച. എടാ മണ്ട, മരമണ്ട, ഇന്ന് അവളുടെ നിലയും വിലയും എന്താണെന്ന് നിനക്കറിയാമോ? എനിക്കറിയാം. എന്തറിയാം? അവൾ ഇന്ന് മണിമാളികയിൽ ജീവിക്കുന്നു. നീയോ? അല്ല, വല്ല സഹായത്തിനുമാണെങ്കിൽ എന്നോട് ചോദിച്ചാ മതി. ഞാൻ സഹായത്തിനൊന്നും വേണ്ടി വന്നതല്ല. എനിക്ക് ശാലിനി ഒന്ന് കണ്ടാ മതി. കണ്ടൊരു വാക്ക് സംസാരിച്ചാ മതി. ഞാൻ ഒന്ന് കണ്ടോട്ടെ. വേണ്ട, ഒന്നും പറയണ്ട. തൽക്കാലം നിന്നെ കാണാൻ ആൾക്കാർ വന്നു കഴിഞ്ഞു. അവരൊന്ന് കാരണം നോക്കുക. അത്രേ ഉള്ളൂ. എന്താ ചേട്ടാ? ആരാണ് നിന്നെ കാണാമെന്ന് ബഹളം വെച്ചതാ? ഇവിടെ ആരില്ലേ? എന്ത് വേണം? ഇവിടത്തെ വല്യമ്മയില്ലേ? നിങ്ങളാരാ? നിന്റെ തള്ള. പോയി വിളിക്കടാ. എന്നെ മനസ്സിലാവോ എന്തോ? കാക്കാത്തി അമ്മ എന്ന് എന്നെ എല്ലാരും വിളിക്കും. കാക്കാത്തി അമ്മ വരൂ, ഇരിക്കൂ കാക്കാത്തിയമ്മ. നിന്റെ സൽക്കാരം സ്വീകരിക്കാനല്ല ഞാനിവിടെ വന്നത്. നിനക്ക് കാഴ്ച കിട്ടിയെന്ന് ഞാൻ കേട്ടു. നീ ഇപ്പൊ വലിയ പാട്ടുകാരിയാണെന്നും കേട്ടു. നിനക്ക് ഒരുപാട് പണമുണ്ട്, അതിനൊക്കെ അഹംഭാവം ഉണ്ടെന്നും കേട്ടു. അപ്പൊ പിന്നെ നിന്നെ ഒന്ന് കാണണമല്ലോ. കാണാതെ ഈ കാക്കാത്തിയമ്മ എങ്ങനെ വിശ്വസിക്കും? കാക്കാത്തിയമ്മ മേലിൽ അങ്ങനെ വിളിച്ചു പോരും. പണ്ട് അമ്പലത്തിന്റെ മുമ്പിൽ ഒരു പൊട്ടി പൂക്കാരി പെണ്ണുണ്ടായിരുന്നു. അവളെന്നെ കാക്കാത്തിയമ്മയെന്ന് വിളിച്ചിരുന്നു. അന്ന് ഞാൻ വിളി കേട്ടിരുന്നു. ഇന്ന് ആ സ്ഥാനത്ത് നിന്നെപ്പോലൊരു നന്ദിയില്ലാത്ത നായി വിളിച്ചാലേ ആ മുഖത്ത് നോക്കി ഞാൻ ആട്ടും. എന്നെ എന്തോ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. അതെടി, എന്റെ ധാരണകൾ മുഴുവനും തെറ്റിപ്പോയി. നീ ഒരു പാവമാണെന്ന് ഞാൻ വിചാരിച്ചു. തെറ്റിപ്പോയി. ഒരു നല്ല മനസ്സുള്ളവളാണെന്ന് വിചാരിച്ചു. തെറ്റിപ്പോയി. സ്നേഹിക്കാൻ അറിയാവുന്നവളാണെന്ന് വിചാരിച്ചു. അവിടെയും തെറ്റിപ്പോയി. നിന്റെ കണ്ണിന് കാഴ്ച കിട്ടിയെന്ന് എല്ലാരും പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചു, സന്തോഷിച്ചു. അവിടെയും എനിക്ക് തെറ്റുപറ്റിപ്പോയി. നീ ഇപ്പോഴാണ് കുരുടിയായത്, പൊട്ടിയായത്. നിന്നെ സ്നേഹിച്ചവരെയും സഹായിച്ചവരെയും കാണാൻ, കണ്ടാലും തിരിച്ചറിയാൻ നിന്റെ കണ്ണിന് കാഴ്ചയില്ല. കാക്കാത്തിയമ്മ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. മനസ്സിലാവില്ലടി. നിനക്ക് മനസ്സിലായാലും നിനക്ക് മനസ്സിലായാലും നീ നടിക്കും. നിനക്ക് ഈ കണ്ണും കാഴ്ചയും പ്രതാപവും ഒക്കെ ഉണ്ടാക്കി തന്ന ആ പാവം ചക്കരെ കണ്ടിട്ട് നിനക്ക് മനസ്സിലായില്ല അല്ലേ? നിന്റെ മുമ്പിൽ അവൻ കരഞ്ഞു വിളിച്ചിട്ടും നിനക്ക് അവനെ മനസ്സിലായില്ല അല്ലേടി? ഓ, നിന്റെ അന്തസ്സിന് ചേർന്നതാവില്ലല്ലോ അത്. എന്താ പ്രശ്നം? എന്താ നിങ്ങൾക്ക് കാര്യം ഇവിടെ? അല്ല, പരിവാരങ്ങൾ മുഴുവനും ഉണ്ടല്ലോ ഇവിടെ തിന്നു മുടിക്കാൻ. കാക്കാത്തിയമ്മ ഞാൻ പറയുന്ന ഒന്ന് കേൾക്കൂ. ഇനി എനിക്കൊന്നും കേക്കണ്ട. എല്ലാം നേരിക്കണ്ടല്ലോ. മതി, സമാധാനമായി.
ആരെയൊക്കെ നീ മറന്നാലും അവനെ നീ മറക്കരുതായി. നിന്റെ ശ്രീകുട്ടൻ ഞങ്ങളുടെ തെരുവിലെ ഞങ്ങളുടെ പൂക്കാരി പെണ്ണ് മണിമാളികയിൽ എത്തിക്കേണ്ടതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമുണ്ട്. പക്ഷെ മറക്കല്ലു മോളെ, കഴിഞ്ഞതൊന്നും മറക്ക. മര്യാദയ്ക്ക് നിങ്ങൾ ഇറങ്ങി പോകുന്ന അതോ ഞാൻ ചവിട്ടി തെണ്ടി പോണതിന് മുമ്പ് എനിക്ക് ഒന്നുകൂടെ പറയാനുണ്ട്. നിനക്ക് ഇനിയും തെരുവിൽ ഇറങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതുപോലുള്ള പട്ടികളോടെ വളർത്തരുത്. കാക്കാത്തിയമ്മേ, ഹലോ, രാമേട്ടനല്ലേ? ശ്രീകുട്ടാ, നീ എന്തോന്നും ഉണ്ടാത്ത? എന്താ അത്? നീ കുടിച്ചിട്ടുണ്ടോ? ഞാൻ കുടിച്ചു കാക്കാത്തിയമ്മ. എനിക്ക് ആരുമില്ല, എനിക്ക് ഈ ലോകത്ത് ആരുമില്ല. എല്ലാം എന്റെ വിധിയാണ്. കാക്കാത്തിയമ്മയ്ക്കറിയാം, ഈ തെരുവ് വന്ന ശേഷമാണ് ഞാൻ ഒന്ന് മനസ്സ് തുറന്ന് ചിരിച്ചത്. ശാലിനിയെ കണ്ട ശേഷമാണ് എന്നെ ഇഷ്ടപ്പെടാൻ ആരെങ്കിലും ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചത്. എനിക്ക് തെറ്റുപറ്റിപ്പോയി. അവള് വലിയ ആളായ പിന്നെ എന്നെ മറന്നുപോയി. കാക്കാത്തിയമ്മ എന്നെ അറിയാമെന്ന് പറയുന്ന പോലും അവൾക്ക് നാണക്കേടാണ്. എനിക്ക് കരയാനാ തോന്നിയത്. കരയായിരിക്കാനാ ഞാൻ കള്ളുപിടിച്ചു. ഞാൻ പോവാണ്. എവിടേക്ക്? എനിക്കറിയില്ല. പക്ഷെ എന്റെ ചിക്കൂനെ ഞാൻ കണ്ട ഈ തെരുവില് ഇനി എനിക്ക് ജീവിക്കാൻ പറ്റൂല. ഈ തെരുവ് കാണുമ്പോഴെല്ലാം എനിക്ക് അവളെ കുറിച്ച് ഓർമ്മ വരും. ഞാൻ പോവാണ് കാക്കാത്തിയമ്മ. എല്ലാം മറക്കാൻ വേണ്ടി എവിടെയെങ്കിലും ഞാൻ പോവാണ്. ഞാനിനി വരില്ല. ഒരിക്കലും വരില്ല, ഒരിക്കലും വരില്ല. എന്താ? കാക്കാത്തിയമ്മയ്ക്ക് എന്നെ ഓർമ്മയുണ്ടോ? അന്ന് ശ്രീ എന്നൊരാളെ കുറിച്ച് അന്വേഷിച്ചതായി ഓർമ്മയുണ്ടോ? ആ, ഇപ്പൊ ഓർമ്മയുണ്ട്. അത് ശാലിനി പറഞ്ഞയച്ചിട്ടായിരുന്നു. അന്ന് നിങ്ങൾ എന്നോട് പറഞ്ഞു അങ്ങനെ ഒരാളെ നിങ്ങൾക്ക് അറിയില്ലെന്ന്. നിങ്ങൾ അന്വേഷിച്ചത് ഒരു ഏലക്ക മുതലാളിയെ കുറിച്ചായിരുന്നില്ലേ? കണ്ണു കാണാത്ത ഈ പെൺകുട്ടികൾ ശ്രീകുട്ടൻ അഭിനയിച്ച ഒരു വേഷമായിരുന്നു ഏലക്ക മുതലാളിയുടെ. കളിയായിട്ടോ കാര്യമായിട്ടോ അതൊന്നും എനിക്കറിയില്ല. പക്ഷേ ആ കള്ളമാണ് ഈ തെറ്റിദ്ധാരണകളെല്ലാം ഉണ്ടാക്കി വെച്ചത്. അയ്യോ, ഇതൊന്നും എനിക്ക് അറിഞ്ഞൂടായിരുന്നു. ആർക്കും ഒന്നും അറിയില്ല. ആരും മനഃപൂർവ്വം ഒന്നും ചെയ്തതുമല്ല. പക്ഷേ സംഭവിക്കേണ്ടതെല്ലാം സംഭവിക്കുകയും ചെയ്തു. മോളെ, ഞാൻ ഒരുപാട് തേടി കാക്കാത്തിയമ്മേ. ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ഒരാൾക്കൂട്ടത്തിൽ ഞാൻ എങ്ങനെയാ തിരിച്ചറിയാ? ഇനി ഇതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? ഞങ്ങൾ വന്നത് ശ്രീകുട്ടൻ എവിടെയുണ്ടെന്ന് അറിയാനാണ്. അവനെ വിളിച്ചുകൊണ്ട് പോകാനാണ്. കലങ്ങിയതൊക്കെ ഒന്ന് തെളിച്ചെടുക്കണ്ടേ? ശ്രീകുട്ടൻ എവിടെ പോയിന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇനി തിരിച്ചു വരില്ലെന്ന് മാത്രം പറഞ്ഞു. എവിടെയുണ്ടെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാം. ഡോണ്ട് ബി സിലി. കം ഓൺ. മിണ്ടിപ്പോകരുത്, കൊല്ലും ഞാൻ. കൊല്ലി വരുന്നതിന് പോണെന്നൊക്കെ തോന്നി. ഞാൻ കോർപ്പറേഷൻ തൂളാ. എന്തോ നിന്നോട് ആ കാക്കാത്തി കഴിവ് ഒരു ആസിഡ് പറഞ്ഞാരാ? ഞാനും കൂടെ കയറ്റി വിട്ടില്ല. അത് താഴെ കയറി ഒന്നല്ലേ. അവളെ സെക്രട്ടറി ആണെന്ന് പറഞ്ഞ് നടക്കുന്നേ. സെക്രട്ടറിക്ക് എന്താ കുഴപ്പം? കുഴപ്പം കുഴഞ്ഞു കുളമായില്ലേ? നിന്നെയൊക്കെ ഇറക്കേണ്ട സമയമായി. അയ്യേ, അത് പേടിക്കണ്ട. അവൻ സ്ഥലം വിട്ടു കഴിഞ്ഞു. എവിടെയാന്ന് ആർക്കും അറിയില്ല. പക്ഷെ കണ്ടുപിടിക്കാൻ അവൾ ശ്രമിക്കും. അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാ മതി. ഈ കുമാരൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലേ അവര് നമ്മൾ കാണില്ല, കണ്ടുമുട്ടില്ല. പെയ് രാജാ പെയ്. ഒന്ന് വെച്ച രണ്ട് വെച്ച. നീ പാട്ട് പാടാൻ പോകാതിരുന്നുണ്ടോ? റെക്കോർഡിംഗിന് പോകാതിരുന്നുണ്ടോ? നിന്റെ ശ്രീയേട്ടൻ തിരിച്ചു വരാൻ പോകുന്നില്ല. നിരാശ ഒന്നിനും ഒരു പരിഹാരമല്ല.
അയാളെ നമ്മൾ കണ്ടുപിടിക്കാം. ഞാനല്ലേ പറയുന്നു. എനിക്കൊരു പ്രതീക്ഷയില്ല. ഞാൻ ആർക്കു വേണ്ടി പാടുന്നു? എന്തിനു വേണ്ടി പാടുന്നു? നീ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് സംഗീതത്തെയും ശ്രീകുട്ടനെയുമാണ്. ശ്രീകുട്ടൻ നിനക്ക് നഷ്ടപ്പെട്ടെന്ന് നീ വിചാരിക്കുന്നു. ഇപ്പോൾ നിന്റെ ഒരേ ഒരു ആശ്വാസം ഒരുപക്ഷെ നീ പാടുന്ന പാട്ടുകളായിരിക്കും. അത്രയും നേരത്തേക്കെങ്കിലും നിനക്ക് മറ്റെല്ലാത്തിനെ കുറിച്ചും മറക്കാൻ കഴിയും. ഇല്ല രാമേട്ട, ഇങ്ങനൊരവസ്ഥയിൽ എനിക്കിനി പാടാൻ കഴിയില്ല. ഞാനിനി പാടില്ല. ഞാൻ ഇന്നുവരെ ഒരു കാര്യവും നിന്നോട് ആവശ്യപ്പെട്ടിട്ടില്ല. ഒരു ഏട്ടൻ എന്ന നിലയ്ക്ക് ആദ്യമായിട്ടും അവസാനമായിട്ടും ഞാൻ ആവശ്യപ്പെടുകയാണ്. ഇറ്റ്സ് എ റിക്വസ്റ്റ്, ജസ്റ്റ് എ റിക്വസ്റ്റ്. ഇത് നിരസിക്കുകയാണെങ്കിൽ നിന്റെ മനസ്സിലും ജീവിതത്തിലും എനിക്കൊരു സ്ഥാനവുമില്ലെന്ന് ഞാൻ തീരുമാനിക്കും. ഒരുപക്ഷെ ആ തീരുമാനങ്ങൾ കൊണ്ട് നിനക്കൊരു നഷ്ടവും വരാനില്ല. ശാലിനി, ശാലിനി ഇനിയും പാടണം. Ah
നിമിഷമായി അകലുമാത്മമനോഹരി നീ എൻ്റെ പ്രാണനിൽ അലിയൂ വേഗം. ചിക്കു